എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് രോഹിത്. അപ്പോൾ ഇതിൻ്റെ യൂട്യൂബ് ചാനലിലെ മൂന്നാമത്തെ വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇതിന് മുമ്പ് 2 വീഡിയോസാണ് എൻ്റെ പുതിയ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വീഡിയോസിന് നല്ല വ്യൂസ് ഉണ്ട്, പക്ഷേ സബ്സ്ക്രൈബേഴ്സ് കുറവാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഈ വീഡിയോയുടെ കണ്ടന്റ് എന്ന് പറയുന്നത് നിങ്ങൾ തംബ്നെയിലിൽ കണ്ടതുപോലെ തന്നെ രാജ്യസ്നേഹികളായ ചില ആളുകൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്ന അല്ലെങ്കിൽ അവരുടെ ചെയ്യുന്ന ചർച്ചകളിൽ അവർ കാണിക്കുന്ന ഒരു മണ്ടത്തരവും അവരതിൽ ചെയ്യേണ്ട ഒരു കറക്ഷനെയും കുറിച്ചാണ്. പിന്നെ ഞാൻ രാജ്യസ്നേഹികളായ ആളുകൾ ഉദ്ദേശിക്കുന്ന എല്ലാ രാജ്യസ്നേഹികളെയും കുറിച്ചല്ല പറയുന്നത്. ഞാനിപ്പം അതിർത്തിയിൽ നിൽക്കുന്ന പട്ടാളക്കാർ ഒരു രാജ്യസ്നേഹികളായ ആളുകളാണ്, അവരെ കുറിച്ചൊന്നും അല്ല പറയുന്നത്. ഞാൻ ചില ആളുകളെ ഉദ്ദേശിച്ച് മാത്രമാണ് ചെയ്യുന്നത്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കണ്ടാൽ മാത്രമേ ഞാൻ പറയുന്ന കാര്യങ്ങൾ മൊത്തത്തിൽ മനസ്സിലാവും. നിങ്ങൾ ഈ വീഡിയോ പകുതി വെച്ച് സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പറയുന്ന കാര്യം അർത്ഥമായിരിക്കില്ല കൺവേ ചെയ്യുന്നത്, നിങ്ങളത് വേറെ അർത്ഥത്തിലായിരിക്കും മനസ്സിലാകുന്നത്. അപ്പോൾ ഈ വീഡിയോ കഴിയുന്നത് ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക, അതിൻ്റെ പൂർണ്ണമായ അർത്ഥം മനസ്സിലാകണമെങ്കിൽ. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ ചെയ്യുന്ന കണ്ടന്റ് എന്ന് പറഞ്ഞാൽ ഞാൻ സോഷ്യൽ മീഡിയയിലൂടെ കണ്ടുവരുന്ന ഒരുപാട് വീഡിയോസിനെ കുറിച്ചാണ്. അപ്പോൾ അതേ വീഡിയോസ് ഒരു പക്ഷേ നിങ്ങളും കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇതേ മോഡൽ ഒരുപാട് വീഡിയോ ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ അതിനൊരു 3 വീഡിയോ മാത്രം സെലക്ട് ചെയ്ത് അതിനെക്കുറിച്ചാണ് ഇവിടെ സംസാരിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ വീഡിയോ എന്ന് പറയുന്നത്, ആ വീഡിയോയിൽ ഒരു കട്ട് ചെയ്തൊരു വീഡിയോ, ഒരു പ്രത്യേക ഭാഗം കട്ട് ചെയ്തൊരു വീഡിയോ ആണ്. അത് ഞാൻ ഡയറക്റ്റ് കണ്ട വീഡിയോ അല്ല. വീട്ടിൽ ഒരിക്കൽ ഉണ്ടായിരുന്നപ്പോൾ ഞാൻ ഇന്ത്യയുടെ സമയത്ത് 1 വർഷം മുമ്പ് അച്ഛൻ്റെ ഫോണിൽ അച്ഛൻ ഫേസ്ബുക്ക് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു വീഡിയോ കണ്ടപ്പോൾ അതിലൂടെ എനിക്ക് കേട്ട ഒരു കാര്യം, കേട്ടാൽ ഞാൻ വ്യക്തമായിട്ട് കേട്ടതാണ്, പക്ഷേ അത് പറഞ്ഞ ആളാരാണെന്ന് എനിക്ക് കാണാൻ പറ്റിയില്ല. എനിക്കറിയില്ലാത്തൊരു വ്യക്തിയാണ്, ഞാൻ ശബ്ദവും പരിചയമില്ല. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞ വീഡിയോയിൽ പറഞ്ഞ കണ്ടന്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കാര്യം എന്ന് പറയുന്നത്, ഇപ്പം അയാൾ പറയുന്നത് നമ്മുടെ രാജ്യത്ത് ഈ ബൊറോട്ട അടിക്കുന്ന ഒരാളുടെ ലൈഫിനെ കുറിച്ചാണ്. എന്ന് പറഞ്ഞാൽ അയാൾ പറയുന്നത്, നമ്മുടെ രാജ്യത്ത് ബൊറോട്ട അടിക്കുന്ന ഒരാൾക്ക് ഒരു ദിവസം മിനിമം 1000 രൂപയെങ്കിലും കിട്ടും. അപ്പോൾ കമ്പാരിസൺ എന്ന് പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ അയാൾക്ക് ഫുഡും കിട്ടും, 1000 രൂപയും കിട്ടും. അപ്പോൾ എന്ത് ജോലി ചെയ്താലും അതിന് ബേസിക് പേ ഉണ്ടെന്നും ഏറ്റവും ജീവിക്കാൻ അങ്ങനത്തെ രാജ്യമാണ് ഏറ്റവും ബെസ്റ്റ് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. അപ്പോൾ ഇദ്ദേഹം പറയുന്ന ഒരു ഐഡിയ അല്ലെങ്കിൽ ലോജിക്ക് കറക്റ്റ് ആണെങ്കിൽ നമ്മുടെ രാജ്യത്ത് മിനിമം പേ എന്നൊരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ മിനിമം പേ എന്നൊരു ഐഡിയ എല്ലാ സ്ഥാപനങ്ങളും ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ടെന്നാണ് അതിനർത്ഥം. ഞാൻ മിനിമം പേനെ കുറിച്ച് മുമ്പൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ലോജിക്ക് കറക്റ്റ് ആണെങ്കിൽ തന്നെ ഒരു ദിവസം 1000 രൂപ കിട്ടുമെങ്കിൽ 30 ദിവസം അല്ലെങ്കിൽ 30 ദിവസം ഒരു മാസത്തിലുണ്ടെങ്കിൽ ആ ഒരു തൊഴിലാളിക്ക് എങ്ങനെയായാലും 30,000 രൂപ ശമ്പളം കിട്ടും. അങ്ങനെയാണെങ്കിൽ ആ ലോജിക്ക് കറക്റ്റാണ്. പക്ഷേ എൻ്റെ ആദ്യത്തെ 2-3 വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ആളുകളുടെ ശമ്പളം എന്ന് പറയുന്നത് 10,000 12,000 ഈ ഒരു റേഞ്ചാണ്. ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നത് ഈ ഒരു പൈസ തന്നെയായിരുന്നു. അത് മാത്രമല്ല, എൻ്റെ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു കൂട്ടുകാരനെ വിളിക്കാനിടയായി. അപ്പം അവൻ എൻ്റെ വീഡിയോ കണ്ടിട്ട് വിളിച്ചതാണെന്ന് തോന്നുന്നു. അപ്പോൾ ഒരുപാട് കാലം അവനായിട്ട് കോൺടാക്റ്റ് ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം അവൻ്റെ ജീവിതത്തിൽ റിലേറ്റബിൾ ആണ്. അവൻ ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നതാണ്. അപ്പം സംഭവത്തോടെ കേട്ടപ്പോൾ ഒരുപാട് വിഷമം വന്നു. എന്ന് പറഞ്ഞാൽ അവരൊരു കമ്പനി ജോലി കിട്ടി, അവൻ്റെ ശമ്പളം എന്ന് പറയുന്നത് ഒരു ആഴ്ചയിൽ എത്ര ദിവസം ജോലി ചെയ്യണം, 6 ദിവസമാണെന്ന് തോന്നുന്നു. 6 ദിവസമാണോ പറഞ്ഞത് എൻ്റെ ഓർമ്മ, 10 മണി തൊട്ട് 5 മണി വരെ. പക്ഷേ അതിന് കിട്ടുന്ന ശമ്പളം വളരെ ചെറിയ ശമ്പളമാണ്. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, മിക്ക ഈ ഒരു അവസ്ഥയിൽ കൂടെ കടന്നു പോയിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അത് അപ്പോൾ രണ്ടാമത്തെ രാജ്യസ്നേഹി വ്യക്തി കമ്പയർ ചെയ്യുന്നത് ഹെൽത്ത് കെയർ സിസ്റ്റത്തിനെ മാത്രമാണ്. ഇത് രണ്ടാമത് വേറൊരു വീഡിയോ കണ്ടതാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നത്, യൂറോപ്യൻ രാജ്യത്തെ ഹെൽത്ത് കെയർ സിസ്റ്റവും ഇന്ത്യൻ ഹെൽത്ത് കെയർ സിസ്റ്റവും തമ്മിൽ കമ്പയർ ചെയ്തിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഒരു അത്യാവശ്യം ഒരു സർജറി ആണെങ്കിലോ ഒരു എമർജൻസി കേസ് ഉണ്ടെങ്കിൽ നമുക്കത് ഇന്ത്യയിൽ മാത്രമാണ് കറക്റ്റായിട്ട് സമയത്ത് ചികിത്സ കിട്ടുന്നത്. യൂറോപ്യൻ കൺട്രീസിൽ അത് പോസിബിൾ അല്ല. അത് സത്യം തന്നെയാണ് ഏകദേശം. ഞാനത് ഒരുപാട് സ്ഥലങ്ങളിൽ കേട്ടിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു വ്ളോഗല്ല ഒരു റീല് കണ്ടതാണ് ഇൻസ്റ്റാഗ്രാമിൽ. അതൊരു ഹസ്ബൻഡും വൈഫുമാണ്. അപ്പോൾ ഹസ്ബൻഡ് വന്ന് വൈഫിന് വേണ്ടിയിട്ട് അപ്പോയിൻമെൻറ്റ് എടുത്തപ്പോഴേ അവർക്ക് അടുത്ത വർഷത്തേക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടിയത്. അതിപ്പോൾ ഇവിടെ ഈ ന്യൂസിലൻഡ് അങ്ങനെയൊക്കെയാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. എനിക്ക് ഡയറക്റ്റ് എക്സ്പീരിയൻസ് ഇല്ല. ഞാനിവിടെ അങ്ങനെ വന്നതിന് ശേഷം 1 വർഷമായിട്ട് ഹോസ്പിറ്റലിൽ ഒന്നും ഇതുവരെ പോയിട്ടില്ല. അപ്പോൾ ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും വന്നിട്ടില്ലാത്തതുകൊണ്ട് എനിക്കറിയില്ല, എൻ്റെ കാര്യം എനിക്കറിയില്ല. പക്ഷേ അങ്ങനെ ഞാൻ കേൾക്കാറുണ്ട്. അത് ഒരുപാട് സ്ഥലങ്ങളെന്നും ഒരുപാട് ആളുകൾ പറഞ്ഞ് കേൾക്കാറുണ്ട്. ഇപ്പോൾ കണ്ണാടിയുടെ കാര്യമാണെങ്കിൽ പോലും എനിക്കിപ്പം കണ്ണാടി പവർ മാറിയത് അവിടെ വന്നതിന് ശേഷം. അപ്പോൾ എനിക്ക് ഏകദേശം ഒരാഴ്ച എടുത്തായിരുന്നു പുതിയ ഫ്രെയിം കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷെ നമ്മുടെ ഇന്ത്യയിലാണെങ്കിൽ അത് 2 ദിവസം കൊണ്ട് കിട്ടും. അപ്പോൾ അങ്ങനെ അത് അയാൾ പറഞ്ഞ ആ ഒരു കാര്യം ഉള്ളതാണ്. ഹെൽത്ത് കെയർ സിസ്റ്റത്തിൻ്റെ കാര്യത്തിൽ നമ്മുടെ രാജ്യം അത് ഉള്ളതാണ്, അയാൾ പറഞ്ഞ സത്യമാണ്. പക്ഷെ നമ്മൾ കമ്പയർ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ ഡെയിലി ലൈഫിൽ സംഭവിക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ കമ്പയർ ചെയ്യേണ്ടത്. ഇപ്പോൾ ഹെൽത്ത് കെയർ എന്ന് പറയുന്നത് എങ്ങനെയാണ്, നമുക്കത് വളരെ റെയർ ആയിട്ട് വരുന്നൊരു സംഭവമില്ലേ. ഇപ്പോൾ ഞാൻ അവസാനമായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി കിടന്നത് എനിക്കൊരു 10-15 വർഷം മുമ്പാണ്. എനിക്ക് 10 വയസ്സുണ്ടായിരുന്നപ്പോൾ എൻ്റെ കൈയുടെ എല്ലോടിഞ്ഞപ്പോൾ കിംസ് ഹോസ്പിറ്റലിൽ ഞാൻ അഡ്മിറ്റ് ആയിരുന്നു. നമ്മൾ ശരിക്കും ഒരു ഹെൽത്തി ആയിട്ട് ജീവിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അസുഖം വരാനുള്ള സാധ്യത വളരെ കുറവാണ്. മാത്രമല്ല, ഇപ്പം നമ്മൾ ഈ ടൂറിസ്റ്റ് പ്ലേസിലൊക്കെ ജീവിക്കുന്ന ആളുകളാണെങ്കിൽ, ഇപ്പം എൻ്റെ വീട് കോവളത്താണ്. അപ്പോൾ നമുക്കൊക്കെ അറിയാം, അവിടെ പ്രായമുള്ള 80, 90, 95 വയസ്സൊക്കെ ഉള്ള അപ്പൂപ്പന്മാർ അല്ലെങ്കിൽ പ്രായമുള്ള അമ്മച്ചിമാരൊക്കെ നമ്മുടെ ഈ യൂറോപ്യൻ കൺട്രീസിൽ നിന്ന് വരും. അവരെന്ന് പറഞ്ഞാൽ ഭയങ്കര ഹെൽത്തിയാണ്. അവർക്ക് ഈ പ്രായത്തിൽ അവർ ലോകം മുഴുവൻ ചുറ്റി നടക്കും. പക്ഷെ നമ്മുടെ നാട്ടിലാണെങ്കിൽ ഒരു പ്രായം കഴിയുമ്പോൾ അവർക്ക് ആളുകൾക്ക് അസുഖവും
എന്താണ് ഈ ശരീരവേദന ഇങ്ങനത്തെ ബുദ്ധിമുട്ട് വരുന്നുണ്ട്. അപ്പം ഹെൽത്തി ആയിട്ടുള്ള ആളെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രശ്നമുള്ള കാര്യമല്ല. നമ്മൾ കമ്പയർ ചെയ്യേണ്ടത് നമ്മുടെ അനുദിന ജീവിതത്തിലുള്ള കാര്യങ്ങളാണ്, നമുക്ക് ദിവസവും നമ്മൾ സംഭവിക്കുന്ന കാര്യങ്ങളാണ് കമ്പയർ ചെയ്യേണ്ടത്. ഇതാണ് രണ്ടാമത്തെ രാജ്യസ്നേഹി ആളുടെ വീഡിയോ. ഇനി മൂന്നാമത്തെ ഒരാളുടെ കാര്യം പറയുന്നത് അദ്ദേഹം ഒരു യൂട്യൂബറാണ്. അയാളുടെ യൂട്യൂബ് ചാനൽ ഇപ്പോഴും ആക്റ്റീവാണ്, വീഡിയോസ് ഇടാറുണ്ട്. ഞാൻ പേരൊന്നും ഞാൻ പറയില്ല, കാരണം ഇപ്പോഴേ ഞാൻ ആർക്കും റിയാക്റ്റ് ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഞാൻ എൻ്റെ ഡിഗ്രി കഴിഞ്ഞിരിക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിൻ്റെ ഒരുപാട് വീഡിയോസ് ഇങ്ങനെ കാണാനിടയായി. അപ്പോൾ ഞാനിങ്ങനെ ഓരോ വീഡിയോ ഇങ്ങനെ എടുത്ത് കാണും. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ പുറത്ത് പഠിക്കാൻ പോകുന്നവരുടെ കാര്യവും പുറത്ത് ജോലിക്ക് പോകുന്നവരുടെ കാര്യവും ഇദ്ദേഹം കമ്പയർ ചെയ്യും. അപ്പോൾ ഓരോ രാജ്യങ്ങളെക്കുറിച്ചും കമ്പയർ ചെയ്യും. അത് ന്യൂസിലൻഡിനെ കുറിച്ചും ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇപ്പം ന്യൂസിലൻഡിൻ്റെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ അപ്പോൾ അയാൾക്ക് സ്വന്തമായിട്ട് എക്സ്പീരിയൻസ് ഇല്ല, പക്ഷേ പോയി ജീവിച്ച് തിരിച്ചു വന്ന ആളുകൾ അല്ലെങ്കിൽ ജീവിക്കുന്ന ആളുകളുടെ ഒരു അഭിപ്രായം എടുത്തിട്ട് ആ ഒരു ഡേറ്റ വെച്ചിട്ടാണ് അയാൾ എസ്റ്റിമേഷനൊക്കെ ചെയ്യുന്നത്. അതിനകത്ത് ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ട്. അയാൾ പറഞ്ഞ കാര്യങ്ങൾ പൂർണ്ണമായി ശരിയല്ല. കാരണം ഞാനിവിടെ 1 വർഷമായിട്ട് ന്യൂസിലൻഡിൽ ജീവിക്കുന്ന ഒരാളാണ്, ഞാനിവിടെ ജോലി ചെയ്യുന്ന ഒരാളാണ്. ഞാൻ ഇവിടെ ഇഷ്ടംപോലെ മലയാളികൾ ഇവിടെ ഉണ്ട്. അപ്പോൾ എല്ലാവരെയും ഞാൻ കാണുന്നുമുണ്ട്. അപ്പോൾ അയാൾ പറയുന്ന ആ ഒരു എസ്റ്റിമേറ്റ്സ് ഒക്കെ തെറ്റാണ്, കറക്റ്റായിട്ടല്ല വരുന്നത്. അത് ഞാൻ വ്യക്തിയുടെ പേര് ഞാൻ ഇവിടെ പറയുന്നില്ല, അത് ഞാൻ പറയില്ല. അപ്പം ഞാനൊരു 3 വീഡിയോസിൻ്റെ കേസ് ഇവിടെ പറഞ്ഞു. അപ്പോൾ ഇവർ കാണിക്കുന്ന മണ്ടത്തരം എന്താണെന്ന് പറയുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, ഇപ്പം നമ്മുടെ രാജ്യം ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ഡെവലപ്പിംഗ് ആയിട്ടുള്ള രാജ്യമാണ്, ഒരു ഫുള്ളി ഡെവലപ്ഡ് രാജ്യമല്ല. അപ്പം ഞാനിത് താഴ്ത്തി പറയുന്നതോ മോശമായി പറയുന്നതോ അല്ല, നമുക്ക് എല്ലാവർക്കും അറിയുന്നുള്ള കാര്യമാണ്. അപ്പോൾ ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഡെവലപ്മെൻറ്റ് നടക്കാനുണ്ട്. അപ്പം നമ്മുടെ രാജ്യത്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്ന 2 കാര്യങ്ങളെക്കുറിച്ച് ഞാൻ എൻ്റെ ആദ്യത്തെ 2 വീഡിയോ പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത് മിനിമം പേ, അവർലി പേ. അതുപോലെ ഇനിയും നമ്മുടെ രാജ്യത്ത് ഇനിയും ഡെവലപ്മെൻറ്റ് പറ്റുന്ന അല്ലെങ്കിൽ ഇനിയും ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നിന്ന് ഞാൻ കണ്ടുപഠിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ചായിരിക്കും ഇനിയുള്ള എൻ്റെ എല്ലാ വീഡിയോസും, മിക്ക വീഡിയോസും ഇതിനെക്കുറിച്ചായിരിക്കും. അപ്പോൾ അത് ഓരോന്നോരോന്നായിട്ട് ഞാൻ ഇനി ചെയ്യുന്നതാണ്. അപ്പോൾ ഈ രാജ്യസ്നേഹികൾ കാണിക്കുന്ന മണ്ടത്തരം എന്ന് പറയുന്നത് ഡെവലപ്പിംഗ് ആയിട്ടുള്ള നമ്മുടെ രാജ്യത്തിന് ഫുള്ളി ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു രാജ്യത്തിന് വെച്ച് എന്ന് പറഞ്ഞാൽ ഡെവലപ്പിംഗ് ആയിട്ടുള്ള നമ്മുടെ രാജ്യത്തിന് ഒരു ഫുള്ളി ഡെവലപ്ഡ് രാജ്യം എന്ന് പറയുമ്പോൾ അവിടെ GDP പെർ ക്യാപിറ്റ, അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ, അവിടുത്തെ ജീവിത നിലവാരം, ക്വാളിറ്റി ഓഫ് ലൈഫ് എല്ലാം ഉയർന്നേക്ക് നമ്മുടെ രാജ്യത്തിനെ കമ്പയർ ചെയ്തിട്ട് നമ്മുടെ രാജ്യമാണ് ബെസ്റ്റ് എന്ന് ആളുകൾക്ക് മുമ്പിൽ പ്രദർശിപ്പിക്കുക, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഐഡിയ സ്പ്രെഡ് ചെയ്യുക. പക്ഷേ ഇവർ വരുത്തേണ്ട ഒരു കറക്ഷൻ എന്ന് പറയുന്നത് എങ്ങനെ നമ്മുടെ രാജ്യത്തിന് ഇതുപോലെ ആക്കിയെടുക്കാം എന്ന് പറഞ്ഞാൽ യൂറോപ്പിലുള്ള ആ ഒരു സിസ്റ്റം, ഈ മിനിമം പേ, അവർലി ഇപ്പോൾ 2 ഉദാഹരണം മാത്രമേ അതിനെക്കുറിച്ച് മാത്രമേ വീഡിയോ ചെയ്തിട്ടുള്ളൂ. അതുപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതെങ്ങനെ നമ്മുടെ രാജ്യത്ത് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ട് ഇവിടെ ഉള്ള ആളുകളുടെ ജീവിത നിലവാരം എങ്ങനെ കൂട്ടാമെന്ന് ആരും ചർച്ച ചെയ്യുന്നതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. ഞാൻ ഒരു വീഡിയോ കണ്ടിട്ട് ഞാൻ കേട്ടിട്ടില്ല. എന്ന് മാത്രമല്ല, ഇപ്പം ഞാനിത് ഒരുപാട് എടുത്ത് ചോദിച്ചു നോക്കിയിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ ആരെങ്കിലും എവിടെയെങ്കിലും ഇതുപോലത്തെ കാര്യം നമ്മുടെ രാജ്യത്തിന് ഡെവലപ്പ് ചെയ്യാൻ ഇങ്ങനെ ഐഡിയാസ് ഉണ്ട്, ഇതൊക്കെ നമ്മുടെ രാജ്യത്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യണമെന്ന് പൊതു ചർച്ചകളിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇപ്പം ഞാൻ നടത്തിയ സർവേയിൽ ആരോട് ചോദിച്ചതിൽ ആരും ഉള്ളതായിട്ട് പറഞ്ഞിട്ടില്ല. അഥവാ ഇനി അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ട് എങ്കിൽ നല്ല കാര്യം. അത് ഞാൻ മോശമായിട്ട് പറഞ്ഞത്, അങ്ങനെ ഉണ്ടെങ്കിൽ വളരെ നല്ല കാര്യം. അതുപോലെ ഞാൻ ഒരു ഇൻസ്റ്റാഗ്രാമിൽ ഒരു റീല് കണ്ടതാണ്. ഇപ്പം റീൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്: ഇന്ത്യ ജപ്പാന് ഓവറോൾ GDP കാര്യത്തിൽ ഓവർടേക്ക് എന്ന് പറയുമ്പോൾ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ മറ്റേ 6 അടിക്കുമ്പോൾ എല്ലാവരും ഈ ബോർഡ് പൊക്കി വയ്ക്കുമ്പോൾ ഒരു സംഭവം, അപ്പോൾ എല്ലാവരും ആഘോഷിക്കും. പക്ഷേ ഇൻ റിയാലിറ്റി പെർ ക്യാപിറ്റൽ നോക്കുമ്പോൾ ജപ്പാൻ്റെ വളരെ താഴെയാണെന്ന് പറയുമ്പോൾ വിക്കറ്റ് പോകുമ്പോൾ അല്ലെങ്കിൽ വിഷമത്തിൽ എല്ലാവരും ഈ സംഭവം താഴ്ത്തിക്കണം. ആ ഒരു റീൽ ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് പിന്നെ പല കാര്യങ്ങളുണ്ട്. അത് ഞാൻ ഈ വരും വീഡിയോസിൽ എല്ലാ കാര്യങ്ങളും റിവീൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ സാധാരണ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരുപാട് പേര് ചർച്ച ചെയ്യാറുണ്ട്. ഇപ്പോൾ ഈ പ്രാവശ്യം എന്താണ് യൂത്ത് ആയിട്ടുള്ള കുട്ടികൾ എന്താ പറയുക, എല്ലാവരും കുട്ടികളെല്ലാം വിദേശത്തേക്ക് പോകുന്നു. അതുപോലെ കേരള യൂണിവേഴ്സിറ്റിയിൽ എന്താണ് സീറ്റുകൾ ഒരുപാട് വേക്കൻസി ആയിട്ട് കിടക്കുന്നു, കോഴ്സ് ഉണ്ട്, പഠിക്കാൻ ആളില്ല എന്ന്. പക്ഷേ എന്തുകൊണ്ട് ആളുകൾ വിദേശത്തേക്ക് പോകുന്നു എന്ന് പറഞ്ഞാൽ, ഈ വിദേശത്ത് പോകുന്നതിൽ അവിടെ മണിക്കൂർ കൂലിയുണ്ട്, മിനിമം പേ ഉണ്ട്, അതുപോലെ ക്വാളിറ്റി ഓഫ് ലൈഫ്, പല കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ ചർച്ച ചെയ്യുന്ന ആളുകൾ എങ്ങനെ വിദേശത്തുള്ള ആ ഒരു സിസ്റ്റം നമ്മുടെ നാട്ടിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാമെന്ന് ചർച്ച ചെയ്തിട്ട് ഞാൻ കണ്ടിട്ടില്ല. ആ ഒരു കാര്യമാണ് ഞാൻ എടുത്ത് പറയണം. അങ്ങനെ ഇല്ലെങ്കിൽ ഇനിയുള്ള കാലം ഈ ഒരു കാര്യം ചർച്ച ചെയ്യുന്നവർ, വിദേശത്തേക്ക് കുട്ടികൾ പോകുന്നവരെ കുറിച്ച് ചർച്ച ചെയ്യുന്നവർ, വിദേശത്തെ സിസ്റ്റം എങ്ങനെ നമ്മുടെ നാട്ടിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാവുന്ന കാര്യം ചർച്ച ചെയ്യണം ആളുകളായിട്ട്. അതാണ് ചെയ്യേണ്ടത്. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞത് ഇപ്പോൾ കേരള യൂണിവേഴ്സിറ്റി സീറ്റ് വേക്കൻസി ഉള്ള കാര്യം, ഇപ്പോൾ ഇത്രയും സ്റ്റുഡൻസ് അല്ല സീറ്റ് വേക്കൻ്റ് ആയിട്ട് പഠിക്കാൻ ആളില്ല. അപ്പോൾ കേരള യൂണിവേഴ്സിറ്റിയിൽ അങ്ങനത്തെ കേസിൽ പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് ജോലിക്കനുസരിച്ചുള്ള കൂലി എന്ന് പറഞ്ഞാൽ നല്ലൊരു കൂലിയും അതുപോലെ തന്നെ ജോലി ഉറപ്പുവരുത്താൻ പറ്റുകയാണെങ്കിൽ ആൾ പോകില്ലല്ലോ. അതുപോലെ ഇപ്പം നമ്മുടെ നാട്ടിൽ എന്തെല്ലാം കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. ഇപ്പോൾ PSC പരീക്ഷയിൽ റാങ്ക് ലിസ്റ്റ് വന്നവർക്ക് പോലും ജോലി കിട്ടുന്നില്ല എന്നുണ്ടായിരുന്നു. അതിൻ്റെ പേരിൽ കുട്ടികൾ ഈ തെരുവിലിറങ്ങി സമരം ചെയ്യുന്നതുണ്ട്. അവനിങ്ങനെ പല രീതിയിൽ അവർ സമരം, ചിലർ ഇങ്ങനെ ഇഴഞ്ഞൊക്കെ പോകുന്ന വീഡിയോസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് സമരത്തിൻ്റെ ഒരു ഭാഗമായിട്ട്. അതുപോലെ തന്നെ എന്താണ് ഈ കുട്ടികളെ കരഞ്ഞ് പറയാറുണ്ട് ഈ റാങ്ക് ലിസ്റ്റിൽ ഒരു പേര് വന്നിട്ടും ജോലി കിട്ടിയിട്ടില്ല. അപ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് രാജ്യത്തിനകത്ത് ചർച്ച ചെയ്ത് സോൾവ് ചെയ്യാനുണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ് ഞാൻ ഇങ്ങനത്തെ കുറേ വീഡിയോസ് കാണാൻ ഇടയായത്. അപ്പോൾ ഈ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ എൻ്റെ കാര്യം സിമിലറാണ്. ഇപ്പം ഞാൻ ഡിഗ്രി കഴിഞ്ഞപ്പോഴും എൻ്റെ ആഗ്രഹം, ഇപ്പം എന്നെ അറിയാമെന്നുള്ളവർക്ക് അറിയാം. ഞാൻ പല എൻട്രൻസുകളുടെയൊക്കെ പിന്നെ IIT ജാം പോലെ ഇപ്പം എന്നെ അറിയാമെന്നുള്ള ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് എല്ലാവർക്കും അറിയാം.
എന്താണ് ഇങ്ങനെ എൻട്രൻസ് എഴുതണം, ഇവിടെ ഇന്ത്യയിലുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കയറണം, അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷേ എൻട്രൻസിൽ 15,000 പേരുടെ 535 പേർക്ക് സീറ്റ്, എൻ്റെ റാങ്ക് വന്ന് 8,000 ഏറെ വളരെ താഴെയായിരുന്നു. പിന്നെ ഈ കേരള യൂണിവേഴ്സിറ്റിയിൽ MSc ആണെങ്കിൽ 10-12 സീറ്റേ ഉള്ളൂ. അപ്ലൈ ചെയ്യുന്നതിന് 100 കണക്കിന് അല്ലെങ്കിൽ 200 കണക്കിന് ഒരുപാട് കുട്ടികൾ, അത്രയല്ലേ കിട്ടുള്ളൂ. അപ്പോൾ എങ്ങനെ ഇതുപോലത്തെ കാര്യങ്ങൾക്ക് പരിഹാരം കണ്ടുപിടിക്കണം. പിന്നെയെന്ന് പറഞ്ഞാൽ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ആരെയും കുറ്റപ്പെടുത്താനോ അങ്ങനെയൊന്നും അല്ല. കാരണം ഇപ്പം നമ്മുടെ നാട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വലിയ ശതമാനം ആളുകളെന്ന് പറയുന്നത് രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പാടുപെടുന്ന ആളുകളാണ്. അപ്പോൾ അങ്ങനത്തെ ആളുകളെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ ഈ ഐഡിയാസ് ഇംപ്ലിമെൻറ്റ് ചെയ്യാം, എങ്ങനെ രാജ്യത്തിന് മുന്നോട്ട് എത്തിക്കാമെന്ന് പലരും ചിന്തിക്കില്ല. അവരുടെ സാഹചര്യം കാരണം അവരെങ്ങനെ അവരുടെ കുടുംബത്തിനെ മുന്നോട്ട് കൊണ്ടുപോകാം, അവരുടെ മക്കളെ എങ്ങനെ നല്ല വിദ്യാഭ്യാസം കൊടുത്ത് ജോലി വാങ്ങിച്ചു കൊടുക്കുക, അങ്ങനെ ചിന്തിക്കുകയുള്ളൂ. അപ്പോൾ ആരെയും കുറ്റം പറയുന്നതല്ല. പക്ഷേ ഈ ഭരിക്കുന്ന ആളുകൾ, രാജ്യം ഭരിക്കുന്ന ആളുകൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പരിഗണിക്കണം. അപ്പോൾ ഇതുപോലെ ഒരുപാട് ഐഡിയാസ് എങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാമെന്നുള്ളത് ഞാൻ ഇനി വരും വീഡിയോസിൽ പറയുന്നതാണ്. അപ്പോൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. താങ്ക്